വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം സുഭാഷിതം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞു, I have been driven many times to my knees by the overwhelming conviction that I had nowhere else to go. My own wisdom and that of all about me seemed insufficient for that day. എനിക്ക് പോകാൻ മറ്റൊരിടവുമില്ലെന്ന അതിശക്തമായ ബോധ്യത്താൽ ഞാൻ പലതവണ മുട്ടുകുത്തി. എന്റെ സ്വന്തം ജ്ഞാനവും എന്നെക്കുറിച്ചുള്ള എല്ലാ അറിവും ആ ദിവസത്തിന് പര്യാപ്തമല്ലെന്ന് തോന്നി. ഏബ്രഹാം ലിങ്കൺ പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെയും പ്രായോഗിക വശങ്ങളല്ലേ? ദുരിതങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ മറ്റൊരിടമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തന്റെ ജ്ഞാനവും അറിവുമെല്ലാം അടിയറ വെച്ച് മുട്ടിന്മേലിരുന്ന് പരിഹാരം കണ്ടെത്തി. ചിലപ്പോഴൊക്കെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും പരാജയത്തിലും കഷ്ടങ്ങളിലും ദുരിതങ്ങളിലും എത്തിച്ചത്. പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോയ നമ്മെ സഹായിക്കാൻ മറ്റാരുമില്ലെങ്കിലും മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. ചിലരെങ്കിലും തന്നോട് തന്നെ പറയും, ഞാൻ പരാജിതനാണ്, ദൈവം പോലും എന്നോട് ക്ഷമിക്കയില്ല, ദൈവത്തിനും വിരോധമായാണല്ലോ ഞാൻ ഈ പ്രവർത്തിച്ചത് എന്നൊക്കെ. നിരാശകളും പരാജയങ്ങളും നമ്മെ ഉയർത്തിക്കാണിച്ച് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശത്രുവാകുന്ന പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേ ഒരവസ്ഥയിൽ കൂടെയാണ് ഒരിക്കൽ യോന പ്രവാചകൻ കടന്നുപോയത്. ദൈവം യോനായോട് നിനവയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് കപ്പൽ കയറി. ദൈവം ഒരു വലിയ കൊടുങ്കാറ്റയച്ചു. യോനയുടെ അനുസരണക്കേടാണ് കൊടുങ്കാറ്റിന്റെ കാരണമെന്ന് കണ്ടെത്തി. ചീട്ടുവീണ യോന അപ്പോഴും പറയുന്നത്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്നാണ്. ദൈവം പറഞ്ഞതനുസരിക്കാതെയാണ് താൻ പോകുന്നതെന്ന് ഉള്ളിൽ ബോധമുണ്ടായിട്ടും അവന്റെ അവകാശവാദത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അഗാധമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും നല്ലൊരു പാരമ്പര്യവും പറയുവാനുണ്ട്. യോനായുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ ഭയന്നുപോയി. ഒടുവിൽ അവർക്ക് യോനായെ സമുദ്രത്തിലേക്ക് എറിയപ്പെടേണ്ടി വന്നു. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. മത്സ്യത്തിന്റെ വയറ്റിലായ യോന അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യോന എഴുതിയ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. He said, in my distress I called to the Lord, and he answered me. From deep in the realm of the dead I called for help, and you listened to my cry. അനുസരണക്കേടിന്റെയും മത്സരത്തിന്റെയും അനന്തര ഫലമാണ് താൻ അനുഭവിക്കുന്നത്. യോനായെ മത്സ്യം വിഴുങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. യോന കഷ്ടതയിലായപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനിടയായി. തന്റെ പരാജയം തനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ സന്നിധി വിട്ടാണ് അവന്റെ ഇഷ്ടത്തിന് ഓടിപ്പോയത്. എന്നിട്ടും ദൈവം യോനായെ കൈവിട്ടില്ല. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. തുടർന്നുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. കഷ്ടതയിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ കൈവിടാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നന്മയ്ക്കാകുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ കരുതലും സ്നേഹവും തിരിച്ചറിയുവാനും നമ്മുടെ കഷ്ടതകൾ നമ്മെ സഹായിക്കുന്നു.
പല കഷ്ടതകളുടെയും കാരണം യോനായെ പോലെ നാം തന്നെയാകുന്നു. യോന ഇപ്പോൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാമുറിയെക്കുറിച്ച് ചിന്തിക്കുക. മത്സ്യത്തിന്റെ വയറ് എങ്ങനെയിരിക്കും? ഇരുട്ട് നിറഞ്ഞ, എപ്പോഴും നനഞ്ഞിരിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ഇടം. അതും യോന ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് എണീച്ചിരിക്കുവാനോ തിരിയുവാനോ പിരിയുവാനോ കഴിയുമോ? യോനായെ നാം എന്തിനു പഴി പറയണം? യോനായേക്കാൾ പലപ്പോഴും വളരെ മോശമായല്ലേ നാം പെരുമാറുന്നത്? എത്ര പ്രാവശ്യമാണ് നാം അനുസരണക്കേട് കാണിക്കുന്നത്? ദൈവവചനത്തിനനുസൃതമായി ക്രമീകരിക്കപ്പെടണമെന്ന് നന്നായി അറിയാമെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് എത്ര നാൾ നീണ്ടുപോകുന്നു. യോനായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? കപ്പൽ കയറിയപ്പോൾ അവൻ പ്രാർത്ഥിച്ചില്ല. കൊടുങ്കാറ്റടിച്ചപ്പോൾ പ്രാർത്ഥിച്ചില്ല. കടലിൽ എറിയപ്പെട്ടപ്പോഴും മത്സ്യം തന്റെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോഴും അവൻ പ്രാർത്ഥിച്ചതായി എഴുതിയിട്ടില്ല. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി എന്ന്. പലപ്പോഴും നാമും ചെയ്യുന്നത് ഇതുപോലെയൊക്കെയാണ്. പ്രാർത്ഥിക്കുവാൻ അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം നന്നായിരിക്കുമ്പോൾ വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ മെനക്കെടാറില്ല. അനാവശ്യമായ ദുഃഖം, ദുരന്തം, നീണ്ടു നിൽക്കുന്ന കഷ്ടതകൾ എന്നിവ നാം സ്വയം വരുത്തിവെക്കും. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു കാര്യങ്ങളുമില്ല. ദൈവം നമ്മുടെ പിതാവും നാം അവിടുത്തെ മക്കളുമായിരിക്കുന്നത് കൊണ്ട് നമ്മെ നേർവഴിയിൽ നടത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. മത്സരവും അനുസരണക്കേടും നിമിത്തം ദൈവത്തെ വിട്ട് ഓടിപ്പോയാലും ലക്ഷ്യബോധത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാകുന്നു. ദൈവം എപ്പോഴും തൻ്റെ മക്കളുടെ നിരാശാജനകമായ നിലവിളികൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, യോനായെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാം. ജീവിതത്തിന്റെ ഏതവസ്ഥയാണെങ്കിലും എല്ലാം ദൈവത്തോട് തുറന്നു പറയാം. റോമർ 2:4 പൗലോസ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്, അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവം നമ്മളെപ്പോലെയല്ല. നമ്മൾ പെട്ടെന്ന് കോപിക്കുന്നവരും ക്ഷമിക്കാൻ മടിയുള്ളവരും എളുപ്പത്തിൽ നിരാശയും മത്സരവും പകയും പിണക്കവുമൊക്കെ വച്ചു പുലർത്തുന്നവരാകുന്നു. എല്ലാറ്റിനും പരിഹാരം യേശു കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ കഴിയും. എനിക്ക് പോകുവാൻ മറ്റൊരിടമില്ല എന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്.